എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇതിലേക്ക് ഒരു വലിയൊരു സവാള നീളത്തിലരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞ കളറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് എരിവിനായിട്ട് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇത് പുട്ടിനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേവി വേണമല്ലോ. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് അപ്പം, ഇടിയപ്പം, പൂരിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം മതിയാകും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിനി ഒരു 2 മുതൽ 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ആ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ 4 മുട്ട ഒന്ന് വരഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ഒക്കെ ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പം എക്സ്ട്രാ ഒരു ടേസ്റ്റും നല്ലൊരു കൊഴുപ്പമൊക്കെ കറിക്ക് കിട്ടും. അതുപോലെ ഈ കറി ഇരിക്കുന്നതോറും കുറുകിയും വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും താളിച്ചിട്ട് ചേർക്കാം. ചെറിയ ഉള്ളി തന്നെ താളിച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള കറി ലീവ്സാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് കുറച്ച് നേരം വെക്കാം. അതിന് ശേഷം ഇളക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പമാണ്. ഒരുപാട് വഴറ്റിയൊന്നും കഷ്ടപ്പെടേണ്ട. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്